ബിഗ് ബോസ് വീട്ടിൽ ഇനി ആരൊക്കെയാ കേറാൻ പോകുന്നത്? എപ്പോഴാണ് വീട്ടുകാർ, അതായത് പഴയ എക്സ് കണ്ടസ്റ്റൻസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്? എന്തൊക്കെ നടക്കും? ഗാനമേളയുണ്ട്. ഇന്ന് അതിവൈകാരികമായ മുഹൂർത്തങ്ങൾ കാണാൻ കഴിയും. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നടന്ന ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ അവരെ കാണിക്കുകയാണ്. അവരെല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ബാക്കിയുള്ളവർ സായി, നന്ദന, സിജോ ഒക്കെ എവിടെ പോയി പറയാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ കാര്യം ആദ്യം പറയാം. ഇപ്പൊ അവരവിടെ കണ്ണ് കെട്ടി കളിയാൻ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ ആക്ടിവിറ്റി റൂമിൽ വിളിച്ചിട്ട് അവർക്കൊരു പിന്നെയും അവർക്ക് കാണിച്ചു കൊടുക്കും. അതിന് മുന്നേ തന്നെ ഇപ്പോൾ സുരേഷ് സാർ അകത്ത് കയറും. സുരേഷ് സാർ വീട്ടിനകത്ത് കയറും കൺഫെഷൻ റൂം വഴി. അത് കഴിഞ്ഞ ശേഷമാണ് അവർ ആക്ടിവിറ്റി റൂമിൽ വിളിച്ചിട്ട് അവർക്ക് ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നത്. അത് കണ്ടിട്ട് എല്ലാവരും കരച്ചിലായിരിക്കും. ഇന്ന് മൊത്തം ഫുൾ സെൻറ്റി ആയിരിക്കും. ഫുൾ സെൻറ്റി. എല്ലാവരും ഭയങ്കര വിഷമമായിരിക്കും. എല്ലാവരും കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇന്നൊരു ഗാനമേളയുണ്ട്. പ്രസീത ചാലക്കുഴ ഫോക്ക് ബാൻഡിൻ്റെ ഗാനമേള നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടാവും ഏകദേശം. ഇപ്പോൾ ആ ഗാനമേള നടക്കും. അത് കഴിഞ്ഞ് മിക്കവാറും നാളെയാണ്, അതായത് ഇന്നിപ്പം കാണിക്കുന്നത് ഇന്നലത്തെയാണല്ലോ. ശരിക്കും ഇന്ന് നടന്ന സംഭവങ്ങൾ ഇനി പറയാം. ഫ്രൈഡേ നടന്ന സംഭവങ്ങൾ. ഇന്ന് രാവിലെയാണ് സായി, നന്ദന, സിജോ, നോറ, ശ്രീതു ഇവരെല്ലാം കയറിക്കഴിഞ്ഞ് ഇന്ന് രാത്രി ഒരു ഡിന്നറൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലാവരും വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും. എല്ലാവരും ഇറങ്ങും. അപ്പം നാളത്തേലാണ് നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. മനസ്സിലായോ? നാളത്തെ എപ്പിസോഡിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും. നാളത്തെ എപ്പിസോഡിൽ നാളത്തെ ലൈവിൽ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങും. നാളെ രാവിലത്തെ ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സായി, നന്ദന, സിജോ അവരുടെ ഫ്ലൈറ്റൊക്കെ മിസ് ചെയ്ത് നിങ്ങൾ കണ്ടായിരുന്നാ? അവർ ഇന്നലെ അവിടെ എത്തി. ഇന്ന് രാവിലെ അവർ കയറി. അത് നാളെ രാവിലെ നമുക്ക് നാളെ തൊട്ട് ലൈവിൽ കാണാം. സായി, നന്ദന, സിജോ, നോറ, ശ്രീതു ഇവരെല്ലാവരും നാളെ വരും ലൈവിനകത്ത്. എല്ലാവരും കൂടി നാളെ ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർ പോവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലൈവ് അവൈലബിൾ ആയിരിക്കില്ല. മിക്കവാറും പ്രാക്ടീസും പിന്നെ അവരുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ടാവും, ഗ്രാൻഡ് ഫിനാലയുടെ പ്രാക്ടീസ് ഉണ്ടാവും. ആ പ്രാക്ടീസ് സെഷൻ കുറച്ച് നമ്മളെ കാണിക്കുമായിരിക്കും. ബാക്കിയെല്ലാം മിക്കവാറും ലൈവ് കട്ടാവും. മിക്കവാറും നാളെ കഴിഞ്ഞ് ലൈവ് കട്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അൺപ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. ഒന്നും പറയാനില്ല. ചിലപ്പോൾ മിക്കവാറും അഭിഷേക് വരെ വിന്നറാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സത്യമാണ് ഞാൻ പറയുന്ന മക്കളെ. യൂട്യൂബ് പോളൊക്കെ എടുത്ത് കള. ഇതുവരെ വന്നതുപോലെ അല്ല. ഇനിയിപ്പോൾ അങ്ങോട്ടും എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാം. സത്യമായിട്ടും പല കാര്യങ്ങളും നിങ്ങൾ കാണുകയും കേൾക്കേണ്ടിയൊക്കെ വരും. നോക്കാം നമുക്ക് പ്രേക്ഷക വിധി പ്രകാരം നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇങ്ങനെ വെച്ചോ, അതേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് നോക്കാം അൺപ്രഡിക്റ്റബിളായിട്ട് എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത്. അപ്പോൾ കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഗാനമേളയും പിന്നെ സുരേഷ് സാറിൻ്റെ എൻട്രി, അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ് കാണാൻ പറ്റുന്നത് ആക്ടിവിറ്റിയിലുള്ള ഇമോഷണൽ മൊമെന്റ്സ് ഒക്കെയാണ്. നാളെ സായി, നന്ദനയൊക്കെ കയറും. അത് നമുക്ക് നാളെ ലൈവിൽ കാണാം. ഇന്ന് അവളെ ഓൾറെഡി കയറി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇതാണ് അപ്ഡേറ്റ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.